ഹായ് ഫ്രണ്ട്സ്, സിയ ആൻഡ് റിച്ചൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ചിക്കനൊക്കെ മേടിച്ചത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചിക്കനും പിന്നെ നെയ്ച്ചോറും വെക്കാന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളി എരിയുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ സിയക്കുട്ടി കുറച്ച് മാങ്ങയും ഉപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സിയക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ്, കളിക്കാൻ ആളെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വയ്ക്കാനുള്ള ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് ഇതേപോലെ ചട്ടിയിലാണ് കേട്ടോ, മൺചട്ടിയിലാണ് ഞങ്ങൾ ഇറച്ചി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം അല്ലാത്ത പാത്രത്തിലായിരുന്നു, ചരുവത്തിലൊക്കെയായിരുന്നു ഇറച്ചി വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ മൺചട്ടിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ പിന്നെ ഉമ്മച്ചി പോയി മേടിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ, ഒരു വലിയൊരു ചട്ടി ഇറച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുപ്പിൻ്റെ ചുറ്റാകെ കിടക്കുന്ന റബ്ബറും തോടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി അവിടെ വാരിക്കൊണ്ടൊന്ന് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ തീ എത്തിക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ ഞങ്ങൾ കൂടുതലും വിറകടുപ്പിലാണ് കേട്ടോ തീ എത്തിക്കുന്നതും എല്ലാ പാചകം ചെയ്യുന്നതും വിറകടുപ്പിലാണ്. ഞങ്ങൾക്കിവിടെ വിറകിന് വലിയ ക്ഷാമമില്ല, ചുറ്റും റബ്ബറും തോട്ടമൊക്കെ ആയതുകൊണ്ട് എപ്പോഴും വിറക് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനല്ല ഈ പാചകം ചെയ്യുന്നത്, ഞങ്ങളുടെ വിരുന്നെത്തിയ ആളാണ് കേട്ടോ പാചകം ചെയ്യുന്നത്. അത് വിരുന്നുകാരിയാണെങ്കിലും വീട്ടുകാരിയാണ് കേട്ടോ, ഞങ്ങളുടെ സ്വന്തം വീട്ടുകാരി. ആരാണെന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ്റെ വൈഫാണ്. സഹോദരൻ്റെ വൈഫും മോളുമാണ് കേട്ടോ വന്നത്. അപ്പോൾ അവൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തല്ല താമസിക്കുന്നത്, കുറച്ച് ദൂരെയാണ്. അപ്പോൾ മോൾക്ക് പഠിത്തമില്ലാത്ത ദിവസങ്ങളിൽ അവൾ വരും. സഹോദരൻ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. അപ്പോൾ അവളും മോളും ഇടയ്ക്ക് വീട്ടിലോട്ട് വരാറുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേന് ഞങ്ങൾ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു, ചിക്കൻ വെച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചിക്കനും നെയ്ച്ചോറൊക്കെ വെച്ചാൽ കഴിക്കാനൊക്കെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവളാണ് പാചകം ചെയ്യുന്നത്, ഞാനിങ്ങനെ ഫോണും കൊണ്ട് പിറകെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മസാലപ്പൊടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. മസാലപ്പൊടി നേരത്തെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് വെച്ചതുകൊണ്ട് നേരിട്ട് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇടാമെന്ന് വെച്ചിട്ടാണ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ പല രീതിക്ക് ചിക്കൻ കറി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. മസാലക്കൂട്ടെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ചിക്കൻ ഇടുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ കറി വെക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളൂ. ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ ചിക്കനിൽ. ചിക്കനൊക്കെ മുഴുവനായിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കറി മസാലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ കഴിഞ്ഞു. പിന്നെ മൂടി വെച്ച് നമ്മളത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് മീൻകറി ആയാലും ഇറച്ചിക്കറി ആയാലും എന്ത് കറി ആയാലും ഇതേപോലെ വിറകടുപ്പിൽ ചട്ടിയിലൊക്കെ വെച്ച് വേവിക്കുന്ന ടേസ്റ്റൊന്നും നമ്മുടെ എത്ര ഗ്യാസിൽ വെച്ചാലും കിട്ടില്ല കേട്ടോ. പിന്നെ അത് ഞാൻ ചോറ്റിനുള്ള അരി കഴുകി കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. പിന്നെ അത് നമ്മുടെ അടുക്കളയിൽ സിങ്കൊന്നുമില്ല. ഇതേപോലെ ഒരു ഓവ് അവിടെ ഉണ്ട്. അവിടെ അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങ് ഓവിൽ കൂടെ അങ്ങ് പുറത്ത് ഒഴിക്കോളും കേട്ടോ. ഒരുപാട് വഴക്കം ചെന്ന വീടാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വഴക്കം ചെന്ന വീടാണ്. ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണിത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മച്ചി കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അച്ചാറാക്കുകയാണ്. അതിനിടയിൽ തന്നെ നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരാണ് കേട്ടോ അടുക്കളയിൽ ഇപ്പോൾ പാചകത്തിനായിട്ട് നിൽക്കുന്നത്. പിന്നെ 2 അടുപ്പിൽ തീയൊക്കെ കത്തിച്ച്, ഒരടുപ്പിൽ ചിക്കനും ഒരടുപ്പിൽ ചോറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓടി നടന്ന് വീഡിയോ പിടിക്കാൻ ഉമ്മച്ചി ഗ്യാസിൽ അച്ചാറിടുന്നുണ്ട് കേട്ടോ. അടുപ്പൊഴിവില്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇത് നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊന്ന് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറാണെങ്കിലും ഞാൻ കുറച്ചധികം പച്ചക്കറി ഇതിലിട്ടിട്ടുണ്ട്. പച്ചക്കറി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ക്യാരറ്റും ബീൻസും ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. മക്കൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലിട്ട് കൊടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് കുറേ ഭാഗങ്ങളൊന്നും വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. പലരും പാചകം ചെയ്യുന്നതുകൊണ്ട് ഓടി നടന്ന് വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും പിടിച്ചില്ല. പിന്നെ ആ സമയത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് തക്കാളി കൂടി നമ്മൾ അരിഞ്ഞിട്ട് കുറച്ച് ബിരിയാണി എസൻസ് കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തീ ഒന്ന് മാറ്റി കൊടുക്കും. വിറകൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചോറൊന്ന് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കും കേട്ടോ. അമിക്കി വെച്ച് കൊടുത്ത് അടച്ചിട്ടൊരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കും, ആവി കിടന്ന് വേവാൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ ചോറ്റിലിടാനുള്ള ഉള്ളി വറുക്കുന്നതാണ് കേട്ടോ. അതിനിടയിൽ റിച്ചുവിന് 2 പെമ്പിളർ, നാത്തൂൻ്റെ മോളും എൻ്റെ മോളും കൂടെ ഓട്ടിച്ചതിൻ്റെ വണ്ടേ കയറിയിട്ടുണ്ട്. അടിക്കാൻ ഓട്ടിച്ചതാണ് കേട്ടോ. ഭയങ്കര പേടിയാണ് പിള്ളേരെ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇത് നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ചോറ്റിന്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അതും വറുത്തെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് പോയിട്ടുണ്ട്. പിന്നെ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ കറികളൊക്കെ തയ്യാറാക്കി കേട്ടോ. അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ വിശന്നും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി. അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ ചിക്കനും പപ്പടവും സാലഡും ഒക്കെ റെഡിയായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കാനും ഇരുന്നു കേട്ടോ. വാഴയിലയിലാണ് കേട്ടോ ഇരുന്ന് കഴിക്കുന്നത്, തറയിലിരുന്ന്. നമ്മുടെ ഒരു ഡൈനിങ് ടേബിളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ റിച്ച് ഫോണും കൊണ്ട് ചെന്നപ്പോഴത്തേനും മുഖത്തൂടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ പിടിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തൊരു കൊച്ചാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ അപൂർവ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അറിയുന്നവരിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.